ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് കഴിഞ്ഞ ആഴ്ച ആശ്വാസത്തിൻ്റെതായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലപാടുകൾ. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നത് 24,203 മുകളിൽ 24,503 എന്ന പ്രധാന സമ്മർദ്ദ മേഖലയ്ക്ക് ഒരു റിലീഫ് റാലിയും 23,816 നിലവാരത്തിന് താഴെ ബെയറുകൾ ശക്തിയാർജിക്കുമെന്നും ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയിരുന്ന ഏറ്റവും താഴ്ന്ന നിലവാരം, അതായത് 23,873 എന്നതും ഉയർന്ന നിലവാരം 24,355 എന്നതായിരുന്നു. 24,350 നിലവാരത്തിനടുത്ത് ഏതാണ്ട് എല്ലാ ദിവസവും എത്തിയ നിഫ്റ്റി ആ നിലവാരത്തിന്റെ സമ്മർദ്ദം ഭേദിക്കാനാവാതെ താഴേക്ക് പോരുകയുമായിരുന്നു. എന്നിരുന്നാലും താഴെയും സപ്പോർട്ട് നിലനിർത്താൻ ബുള്ളുകൾക്കായി എന്നത് വലിയ ആശ്വാസകരമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ നിലവാരങ്ങളാവും നിർണായകമെന്ന് പരിശോധിക്കാം. 24,131 കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 23,980 സപ്പോർട്ടാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്യാനിടവരുന്നത് നല്ല ലക്ഷണമാവില്ല. പിന്നീട് നിർണായകമാവാവുന്ന സപ്പോർട്ട് 22,873 ഇതിനും താഴേക്ക് ക്ലോസ് ചെയ്താൽ അതും അടുത്ത വീഴ്ചയുടെ തുടക്കമാകാൻ സാധ്യതയുണ്ട്. 23,701, 23,572, 28,263 നിലവാരത്തിൽ വീണ്ടും വിൽപ്പന സമ്മർദ്ദം തുടർന്നാൽ അത് 22,500 22,300 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നത് പോലെ 24,503 നിലവാരത്തിനടുത്തേക്ക് ഒരു ഷോർട്ട് കവറിംഗ് റാലി മാത്രം നടത്തി നിഫ്റ്റി അതിന്റെ തുടർ നീക്കം താഴേക്ക് തുടരുന്നു എന്ന അനുമാനത്തിലാവും നാം അങ്ങനെയെങ്കിൽ എത്തേണ്ടത്. എന്നാൽ വരും ദിവസങ്ങളിൽ 23,980 സപ്പോർട്ട് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് 24,267 നിലവാരത്തിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്ന സ്ഥിതിവിശേഷണമാണെങ്കിൽ പിന്നീട് മുകളിലേക്ക് ശ്രദ്ധിക്കേണ്ട നിലവാരങ്ങൾ 24,368, 24,503 എന്നിവയായിരിക്കും. ഇതിന് മുകളിലേക്ക് വ്യാപാരം ചെയ്ത ക്ലോസ് ചെയ്യുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ഒക്ടോബർ മാസത്തിൽ തന്നെ ഇത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് സാധ്യമാവുകയാണെങ്കിൽ ബുള്ളുകൾ പകുതി യുദ്ധം ജയിക്കും എന്ന മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നീട് 23,503 23,758 ഇടയിലുള്ള ഇരു കൂട്ടർക്കും യാതൊരു ആധിപത്യവും ഇല്ലാത്ത ഈ മേഖല എങ്ങനെ തരണം ചെയ്യും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്താരാഷ്ട്ര വിപണികളിൽ അമേരിക്കൻ സൂചികയായ ഡൗ ജോൺസ് പ്രധാന സപ്പോർട്ടറായ 42,033 നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം അടുത്ത ലക്ഷ്യസ്ഥാനമായ 45,140 അടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിലവാരത്തിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യാനായാൽ അത് 45,806 45,998 എന്നീ ലക്ഷ്യസ്ഥാനങ്ങളിലാവും തുറന്നിടുക. ഇപ്പോഴത്തെ നിലയിൽ ഡൗ ജോൺസിന്റെ നീക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനമായ ഒരു കാര്യമല്ല. അതിനേക്കാളേറെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സ്പോസ്റ്റ് സന്ദേശങ്ങൾക്കാണ് വിപണിയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 84 രൂപ എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് 85.08 അല്ലെങ്കിൽ 85.29 നിലവാരങ്ങളിലേക്കാണ്. 84.40 താഴേക്ക് മാത്രമേ ഡോളർ ഇൻഡെക്സ് ഫ്യൂച്ചർ 108.07 വരെ ഉയർന്ന ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂൾ ഓഫ് ചെയ്ത ബുള്ളുകൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇപ്പോൾ 105.80 നിലയിലുള്ള ഡോളർ ഇൻഡെക്സ് 106.41 മുകളിലേക്ക് കയറി ക്ലോസ് ചെയ്യാനുണ്ടോ എന്നതാവും ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഇടയായാൽ അത് 108.95 അല്ലെങ്കിൽ 110.10 എന്നീ നിലകളിലേക്കാവും പിന്നീട് നീങ്ങുന്നത്. അതിന്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാകും. ബുള്ളുകളുടെ നില കൂടുതൽ പരിതാപകരമായി തീരുന്നതാവും പിന്നീട് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുമേഖല ഓഹരികളിൽ പൊതുവിൽ ആശ്വാസ നീക്കം തന്നെ വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ തകർച്ച തുടങ്ങുന്നതിനും വളരെ മുൻപ് തന്നെ ഈ ഓഹരികൾ തകർച്ച കാണപ്പെട്ടിരുന്നു എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 3 വർഷത്തെ കാണിച്ചുകൊണ്ടായിരുന്നു പൊതുമേഖലയിൽ ഓഹരികൾ ഇവയിലെ തിരുത്തൽ ഇടപാടുകാരിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുന്നേറ്റം ഒരു ആശ്വാസ റാലി മാത്രമാണോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം ഒരു മരീചിക മാത്രമാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാകും വരും ദിനങ്ങളിൽ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്.